തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് മത്സര ചിത്രം തെളിയുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്ന് തുടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്തിലേക്കാണ് പോകുന്നത്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPIM-ൻ്റെയും CPI-യുടെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായകമായ വിവരങ്ങൾ ശ്രീജിത്ത് നൽകിയിരുന്നതാണ്. വളരെ ഇപ്പോൾ ഈ മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞു കേരളത്തിൽ എന്ന് തന്നെ പറയാം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇനി ഔദ്യോഗികമായി ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഇനി തർക്കങ്ങളോ മറ്റോ ചർച്ചയ്ക്കുള്ള വഴികളോ ഇടതുമുന്നണിയിൽ അവശേഷിക്കുന്നുണ്ടോ ശ്രീജിത്ത്? ദിലീപ്, CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനായുള്ള സംസ്ഥാന സമിതി യോഗമാണ് ഇപ്പോൾ AKG സെന്ററിൽ പുരോഗമിക്കുന്നത്. CPI-യുടെ സ്ഥാനാർത്ഥി നിർണയ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ജില്ലാ കൗൺസിലുകൾ ചേരുകയാണ്. നാളെ ബന്ധപ്പെട്ട മണ്ഡലം കമ്മിറ്റികളും ചേരും. 8-ാം തീയതി CPI-യുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തും. ഇതുവരെ തളിപ്പറമ്പ്, പേരാവൂർ അങ്ങനെയുള്ള ചില മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇടതുമുന്നണിയിൽ ചില തർക്കങ്ങളും വിമർശനങ്ങളും ഉടലെടുത്തിട്ടുള്ളത്. എങ്കിലും പ്രാദേശികമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് CPM നേതൃത്വം എടുത്തിട്ടുള്ളത്. CPI-യിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചർച്ചകൾ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ തലപൊക്കുമോ എന്ന് ഇനിയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നടപടികൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളുമെന്നാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നലെ ഉണ്ടായ വിലയിരുത്തൽ. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരാനുള്ള തീയതി 6-ൽ നിന്ന് 11-ലേക്ക് മാറ്റിയിരിക്കുന്നു. മാത്രമല്ല അസം പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിക്ക് സന്ദർശന പരിപാടികളുമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം അതിനൊപ്പം മാത്രമേ നടക്കൂ എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് അന്തിമ പ്രഖ്യാപനം ഒരുപക്ഷെ മാറ്റിവെച്ചേക്കും. 8-ാം തീയതി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചേർന്ന് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപനം നീളുമെന്ന് കണക്കിലെടുത്താണ്. എന്തായാലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് വൈകുന്നേരം കേരളത്തിലെത്തുന്നുണ്ട്. നാളെയും മറ്റന്നാളുമായി അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗങ്ങളുണ്ട്. ഇതിനുശേഷമാണ് സാധാരണ നിലയിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാറ്. എങ്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടിയും മറ്റും ഉള്ളതുകൊണ്ടാണ് പ്രഖ്യാപനം നീണ്ടുപോകുമെന്ന് കരുതുന്നത്. ഇടതുമുന്നണിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ അതിന് സമാന്തരമായി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ചർച്ചകളും പൂർത്തിയായിരിക്കുന്നു. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എല്ലാ നേതാക്കന്മാരും പ്രകടിപ്പിക്കുന്നത്. ദിലീപ്. ശ്രീജിത്ത്, അതേസമയം തന്നെ UDF-ഉം ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണയം വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമത്തിലാണല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ആദ്യം തന്നെ പ്രഖ്യാപിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടികയൊക്കെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. UDF ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ്, UDF-ലെ ലീഗുമായിട്ടുള്ള സീറ്റ് ധാരണ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. മറ്റ് എല്ലാ ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചയും പൂർത്തിയായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് അടുക്കാത്തതുകൊണ്ടാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ പ്രഖ്യാപനം UDF നടത്താത്തത്. UDF-ന്റെ പുതിയുഗ യാത്ര മറ്റന്നാൾ 7-ാം തീയതി സമാപിക്കുകയാണ്. അന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അപ്പോൾ അതിനുശേഷം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും. അത് 8-ാം തീയതി കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി, മൗസൂന മിസ്രി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം ഡൽഹിയിൽ ചേരുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ 1-ാം ഘട്ട പട്ടിക ഈ സ്ക്രീനിംഗ് കമ്മിറ്റി കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യും. കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകേണ്ടത്. അവരാണ് പ്രഖ്യാപനം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ 8-ാം തീയതി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ 1-ാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കാനുള്ള കോൺഗ്രസിന്റെ നടപടികൾ പൂർത്തിയാകുമെന്ന് പറയാം. ആദ്യഘട്ടത്തിൽ 30 മുതൽ 40 വരെ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിൽ 20 പേർ സിറ്റിംഗ് MLA-മാരാണ്. തൃപ്പൂണിത്തുറയിലും പാലക്കാടും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും K ബാബുവും മത്സരിച്ച മണ്ഡലങ്ങൾ മാത്രമായിരിക്കും സിറ്റിംഗ് സീറ്റുകളിൽ പുതിയ സ്ഥാനാർത്ഥികൾ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഒറ്റപ്പേരുകൾ മാത്രമുള്ള ചില സീറ്റുകളുണ്ട്. ഉദാഹരണത്തിന് തൃശൂർ ജില്ലയിലെ മണലൂർ, അവിടെ TN പ്രതാപിന്റെ പേര് മാത്രമാണുള്ളത്. അങ്ങനെ ഒറ്റപ്പേരുകൾ മാത്രമുള്ള മണ്ഡലങ്ങളും പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ പ്രഖ്യാപനവും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 8-ാം തീയതി കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പുതിയ വിവരമായി ലഭിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.